ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കഥയാണ് പറയുന്നത്. അതായത് ഭഗവാൻ മുരുകൻ്റെ ഒരു കഥയാണ്. അതായത് ഭഗവാൻ ജനിച്ചത് തന്നെ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ്. അതായത് അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ച് ദേവന്മാർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് ഭഗവാൻ ജനിച്ചത്. പക്ഷെ അതേ ഭഗവാന് തന്നെ ദേവന്മാരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും അങ്ങനെ ഒരു കഥ സ്കന്ദപുരാണത്തിലുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ മുരുകൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കുസൃതികളൊക്കെ കാണിച്ചിരുന്നു. അതും സ്വന്തം പ്രായത്തിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരുന്ന ആളായിരുന്നു ഭഗവാൻ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ഭഗവാന്റെ ഒരു ലീലയുടെ ഭാഗമായിട്ട് ഭഗവാന് ദേവസൈന്യത്തോട് മുഴുവൻ പൊരുതേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ താരകാസുരനിൽ നിന്നും ശൂരപത്മാസുരനിൽ നിന്നുമൊക്കെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ദേവഗണങ്ങളൊക്കെ ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന സാക്ഷാൽ ഭഗവാന്റെ അവതാരം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചു നിന്നു. ഭഗവാൻ എന്ന ദേവസേനാധിപതിയായി വന്ന് അവരുടെ ദുഃഖങ്ങൾ അകറ്റുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അവർ ഇരുന്നു. പക്ഷേ ഭഗവാൻ ചെറുപ്പത്തിലെ നല്ല കുസൃതിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് പ്രകൃതിയിൽ പല അത്ഭുതങ്ങളും കാണിച്ചു. അതായത് ഹിമാലയ പർവ്വതത്തെ തലകീഴായി മറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തിരുന്നു. അതുപോലെ ദിഗ്ഗജങ്ങളെ, അതായത് 8 ദിക്കും കാക്കുന്ന ആനകൾ, അതാണ് അഷ്ടദിഗ്ഗജങ്ങൾ, അവയെ സ്ഥാനം മാറ്റുക, വാസുകിയുടെ സ്ഥാനത്തേക്ക് മാറ്റുക, വാസുകിയെ ഗരുഡൻ്റെ സ്ഥാനത്തേക്ക് മാറ്റുക, അങ്ങനെയുള്ള പല പല കാരണങ്ങളൊക്കെ ചെയ്തു. സൂര്യനെ ചന്ദ്രമണ്ഡലത്തിലേക്ക് മാറ്റി, ചന്ദ്രനെ സൂര്യമണ്ഡലത്തിലേക്ക് മാറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുസൃതികൾ ഭഗവാൻ ചെയ്ത് ഭഗവാന്റെ ലീലകളാടി കളിച്ചും ചിരിച്ചും ഭഗവാൻ ഭഗവാന്റെ ആ ചെറുപ്പത്തിൽ നടന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഭഗവാൻ ഈ ലോകത്തെ പ്രകൃതിയിലെ യാതൊരു ജീവജാലങ്ങൾക്കും ഒരു പ്രശ്നമോ ആപത്തോ ഇല്ലാത്ത, യാതൊരു ദോഷവും വരാത്ത രീതിയിലായിരുന്നു ഭഗവാൻ ലീലകൾ ആടിയിരുന്നത്. ഇനി മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ തന്നെയും അത് യാതൊരു ജീവിക്കും അതിൻ്റേതായ യാതൊരു പ്രശ്നങ്ങളില്ലാതിരിക്കാനും ഭഗവാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ അങ്ങനെ ലീലകൾ ആടിക്കൊണ്ടിരിക്കെ ഭഗവാൻ മഹാദേവനും പാർവതീദേവിയും സ്വന്തം പുത്രൻ്റെ ലീലകളൊക്കെ കണ്ട് രസിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം നടന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അതായത് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ദേവന്മാർ അറിയുകയാണ്, ദേവേന്ദ്രനെ അറിയുകയാണ്. അപ്പോൾ അവർക്ക് ഭഗവാനെ മനസ്സിലായില്ല. ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും വന്ന് കുസൃതികളൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഭഗവാനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അവർ വിചാരിച്ചത് വേഷം മാറി വന്ന അസുരനാണ്, ഭൂമിയിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ അവർ ഭഗവാനെ യുദ്ധം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ആ ശക്തിയെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഉറപ്പിച്ചുകൊണ്ടവർ ഭഗവാനോട് യുദ്ധത്തിന് വന്നു. അതായത് ദേവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ ജനിച്ച ഭഗവാൻ തന്നെ അതാദ്യം ദേവന്മാരോട് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ഭഗവാനെ വളഞ്ഞു. അവർ പലതരം അസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളുമായിട്ട് ഭഗവാനെ വളഞ്ഞു. ഭഗവാനും കയ്യിൽ ധനുസേന്തി നിന്നു. അങ്ങനെ അവർ നിന്നു. അതായത് അഗ്നികുണ്ഡത്തെ വളയുന്ന ഈയാമ്പാറ്റകളെ പോലെയായിരുന്നു ആ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയുന്നത്. ദേവന്മാർ ഭഗവാനോട് യുദ്ധം തുടങ്ങി. ഭഗവാൻ നിമിഷ നേരം കൊണ്ട് ദേവന്മാരെ ഓരോരുത്തരായി പരാജയപ്പെടുത്തി അവരെയൊക്കെ നിഗ്രഹിക്കാൻ തുടങ്ങി. അതായത് അഗ്നിദേവൻ, വായുദേവൻ, വരുണദേവൻ എന്നിങ്ങനെയുള്ള ദേവന്മാരെയൊക്കെ ഭഗവാന്റെ അസ്ത്രങ്ങളേറ്റവർ മരിച്ചു വീണു. എന്നിട്ട് പിന്നീട് വന്നത് നമ്മുടെ മരണത്തിൻ്റെ തന്നെ ദേവനായ യമദേവനാണ്. പോത്തിൻ്റെ പുറത്ത് യമദേവൻ വന്നു ഭഗവാനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഭഗവാന്റെ അസ്ത്രങ്ങളേറ്റ് യമദേവനും മരിച്ചു വീണു. അങ്ങനെ കണ്ടു നിന്നവർ പോലും അത്ഭുതപ്പെട്ടു. ഈ യമദേവൻ ഉൾപ്പെടെയുള്ള ദേവന്മാരെയൊക്കെ നിഗ്രഹിച്ചു. ശരിക്കും സംഹാരരുദ്രനെ പോലെ ഭഗവാൻ നിന്നു എന്നാണ് പറയുന്നത്. കണ്ടു നിന്നവർ ഇത് മഹാദേവൻ്റെ മറ്റൊരു രൂപമാണോ അല്ലെങ്കിൽ മഹാദേവൻ തന്നെയാണോ എന്ന് പോലും സംശയിച്ചു നിന്നു. എന്നാൽ
അവസാനം എല്ലാ ദേവഗണങ്ങളിലെല്ലാവരും മരിച്ചു വീണപ്പോൾ സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ യുദ്ധത്തിന് വന്നു ദേവേന്ദ്രൻ ഭഗവാന് നേരെ അസ്ത്രങ്ങൾ എയ്തു. എന്നാൽ അത് പൂക്കളായി ഭഗവാന്റെ കാൽപാദത്തിലേക്ക് വീഴുകയാണ് ചെയ്തത്. പിന്നീട് ഭഗവാൻ യാതൊരു അസ്ത്രങ്ങളും വില പോവാതിരുന്നപ്പോൾ ദധീചി മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ വജ്രായുധം, ദേവേന്ദ്രൻ്റെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയപ്പെടുന്ന വജ്രായുധം ഭഗവാന്റെ നേരെ അയച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഭഗവാന്റെ ശരീരത്തിൽ തൊട്ട ഉടനെ ആദിശക്തമെന്ന് പറയുന്ന വജ്രായുധം പൊടിഞ്ഞു പോയി എന്നുള്ളതാണ്. അത് പൊടിഞ്ഞു പോയി. ദേവേന്ദ്രൻ ഭയന്ന് നിൽക്കാതെ ഭഗവാൻ ആ അസ്ത്രങ്ങളയച്ച് ദേവേന്ദ്രനെയും വധിച്ചു. അപ്പോൾ തൻ്റെ ദേവൻ മരിച്ചു വീഴുന്നതുകൊണ്ട് ദേവേന്ദ്രൻ്റെ ആനയായ ഐരാവതം ഭഗവാനെ നേരെ ചീറിയെടുത്തു. ഭഗവാൻ അസ്ത്രങ്ങളയച്ച ഐരാവതത്തെയും വീഴ്ത്തി. ഐരാവതവും അങ്ങനെ മരിച്ചു വീണു. അങ്ങനെ ദേവന്മാരെല്ലാവരും, ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ ദേവന്മാരും മരിച്ച് വീണു. പക്ഷേ ഭഗവാന്റെ ദേഷ്യോടെ മാറിയിരുന്നില്ല. ഭഗവാൻ സ്വയം വിറഞ്ഞു അഗ്നി കണക്കെ ജ്വലിച്ചു നിന്നു. ഭഗവാന്റെ ദേഷ്യം അവിടെ മാറിയിരുന്നില്ല. ഭഗവാന്റെ ആ ഊർജ്ജം കൊണ്ട് ഭഗവാൻ ഒരു ശ്രീ മഹാദേവന് ദേഷ്യം വന്നാൽ എങ്ങനെയുണ്ടാവും, അല്ലെങ്കിൽ മഹാദേവൻ കോപാകുലനായി സംഹാരഭാവത്തിൽ നിന്നാൽ എങ്ങനെയുണ്ടാവും, അത്രയും തുല്യ വീര്യത്തോടെ ഭഗവാൻ നിന്നു. എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും ഭഗവാന്റെ അടുത്തേക്കൊന്ന് പോകാൻ തന്നെ ഭയന്ന് വിറച്ചു. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ പലർക്കും മോഹാലസ്യം പോലെ ഇതൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നിൽക്കുകയാണ് നാരദൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അങ്ങനെ നാരദൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നേരെ നവഗ്രഹങ്ങളിൽ ഒരാളും അതുപോലെ ദേവന്മാരുടെ ഗുരുവുമായ വ്യാഴ ഭഗവാനെ, അതായത് ബൃഹസ്പതി ഭഗവാനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഭഗവാന്റെ മുന്നിലെത്തി ഭഗവാനെ കീർത്തനങ്ങൾ പാടി ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരുന്നു. ഭഗവാന്റെ സ്തുതികളും കീർത്തനങ്ങളും ആലപിച്ചവർ ഭഗവാന്റെ ദേഷ്യം തണുപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കീർത്തനങ്ങളൊക്കെ പാടി ഭഗവാന്റെ ദേഷ്യം ഒന്നടങ്ങി. ഭഗവാൻ അവർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ദർശനം കൊടുത്തു. അപ്പോൾ അവർ സങ്കടം പറഞ്ഞു. ദേവന്മാരറിയാതെ ചെയ്ത തെറ്റിന് അവർ മാപ്പ് ചോദിച്ചു. ഭഗവാനെ ഈ അസുരന്മാരുടെ പീഡനങ്ങളെ കൊണ്ട് തന്നെ ദേവന്മാർ സഹിക്കാൻ വയ്യാതിരിക്കുകയാണ്. ഭഗവാനെ തിരിച്ചറിയാതെ ചെയ്ത അവർ തെറ്റിന് ഭഗവാൻ ക്ഷമിക്കണം എന്നവർ രണ്ടുപേരും ഭഗവാനോട് അപേക്ഷിച്ചു. അങ്ങനെ അപേക്ഷിച്ച് ഭഗവാന്റെ മനസ്സലിഞ്ഞ ഭഗവാൻ ഈ ദേവഗണങ്ങളെല്ലാം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ദേവന്മാരെല്ലാവരും ആയുധങ്ങളോടും വാഹനങ്ങളോടും കൂടി പുനർജന്മമെടുത്ത് വരട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പോൾ ഭഗവാന്റെ വചനം പോലെ ആ ദേവന്മാരെല്ലാവരും സ്വന്തം ആയുധങ്ങളാലും, അതായത് സ്വന്തം വാഹനങ്ങളാലും എല്ലാം കൊണ്ടും യാതൊരുവിധ ക്ഷതങ്ങളോ ശരീരത്തിലില്ലാതെ മുന്നത്തെ പോലെ എങ്ങനെയാണ് അതുപോലെ തന്നെ അവർ പുനർജന്മമെടുത്തു. അങ്ങനെ ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ ദേവേന്ദ്രൻ വന്ന് ഭഗവാന്റെ കാൽപാദത്തിൽ വീണ് മാപ്പ് പറഞ്ഞു. എല്ലാ ദേവന്മാരും ഭഗവാനോട് വളരെയധികം പശ്ചാത്താപത്തോടെ മാപ്പ് പറഞ്ഞു ക്ഷമിക്കുവാൻ അപേക്ഷിച്ചു. അങ്ങനെ കരുണാമയനായ ഭഗവാൻ അവർക്ക് മാപ്പ് നൽകി അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് ദേവസ്കന്ധ യുദ്ധം. അതായത് അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുന്നേ തന്നെ ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്ത ഭഗവാന്റെ കഥയാണത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വിവരങ്ങളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നന്ദി.